കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിലൊന്നായ മാടായി പള്ളിയിൽ കവർച്ച. തിങ്കളാഴ്ച രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയവരാണ് അകത്തെ ഭണ്ഡാരം പൊളിച്ചതായി കണ്ടത്. ഭണ്ഡാരത്തിൽ നിന്ന് 3000 രൂപയോളം നഷ്ടപ്പെട്ടതായി പരാതി. എന്നാൽ പള്ളി പരിസരത്തുള്ള മറ്റ് 3 ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ കൂടി പൊളിച്ചിട്ടുണ്ടെങ്കിലും പണം കൊണ്ടുപോയിട്ടില്ല. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി പള്ളി ഭാരവാഹികളുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയുടെ പരിസരത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. പഴയങ്ങാടിയിലെ പുരാതനവും ചരിത്രപ്രസിദ്ധമായ മാടായി പള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്നുള്ള മോഷണവും 5ഓളം ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാനുള്ള ശ്രമവും നടത്തിയത് തികച്ചും അപലപനീയവും ആസൂത്രണപരമായ കവർച്ചാ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് പറഞ്ഞു. മോഷണം നടന്ന മാടായി പള്ളിയിൽ എത്തി സംഭവസ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഏറ്റവും പഴക്കം ചെന്ന ചരിത്രപ്രസിദ്ധമായ മാടായി പള്ളിയിൽ രാത്രി ഇവിടുത്തെ അകത്തും പുറത്തുള്ള മഖാമിലുള്ള പൂട്ടുപോലും പൊളിച്ച് മോഷണം നടത്താനുള്ള വലിയൊരു ശ്രമമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ വിരുദ്ധ ശക്തികൾ എത്രയും വേഗം പിടികൂടാൻ പോലീസ് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കും. നമ്മുടെ ഒരു പ്രദേശത്ത് നമ്മുടെ ഓർമ്മയിൽ ഇനിയൊരു സംഭവം നടന്നിട്ടില്ല. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണ ശ്രമമാണ് നടന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ഏതാണ്ടുള്ള എല്ലാ ഭണ്ഡാരങ്ങളും തകർക്കാനുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട്. മഖാമിനകത്തും അത്തരമൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. കൂട്ട് പൊളിച്ചിട്ടുണ്ട്. കാര്യമായ തോതിൽ പണം നഷ്ടമായിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഭയം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഫലപ്രദമായ അന്വേഷണം വേണം. പ്രതികൾ എത്രയും വേഗം പിടികൂടാൻ പോലീസ് തയ്യാറാണ്. അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മോഷണത്തിന് പിന്നിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളെ കണ്ടെത്താൻ സർക്കാരും പോലീസും ഉണർന്നു പ്രവർത്തിക്കുമെന്നും ഇത് ആശങ്കയും ഭയപ്പാടും ഉളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്, CPI കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം P പരാഗൻ, M രാമചന്ദ്രൻ, P ജനാർദ്ദൻ, PV വേണുഗോപാലൻ, SAP റഹ്മാൻ, വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു.